നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഒരുപാട് പേർ കമൻ്റായി കുറേ ജോലികളെക്കുറിച്ച് ചോദിച്ചിരുന്നു. സോഷ്യൽ വർക്കർ, ഫയർ സേഫ്റ്റി, ഫിസിയോതെറാപ്പിസ്റ്റ്, 3D ആനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈൻ, BSc റേഡിയോളജി, MSc ഫോറൻസിക് സയൻസ് എന്നീ ഡിഗ്രികളുള്ളവർക്ക് പറ്റിയ ജോലി ഒഴിവുകളെക്കുറിച്ച് അറിയണമെന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ കമൻ്റ് ഉണ്ടായിരുന്നത്. അവയിൽ ലഭ്യമായതാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് പറയുന്നത്. മറ്റു വീഡിയോകളിൽ ഇനി വരുന്ന നാളെയെല്ലാം വരുന്ന വീഡിയോകളിൽ ഇതിൻ്റെ ബാക്കി കൂടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. കൂടുതൽ തൊഴിലവസരമുള്ള രാജ്യങ്ങൾ: സോഷ്യൽ വർക്കർ ഓസ്ട്രേലിയ, കാനഡ, UK, ന്യൂസിലാൻഡ്. ഫയർ ആൻഡ് സേഫ്റ്റി ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രാജ്യങ്ങൾ: UAE, സൗദി, ഖത്തർ, ഒമാൻ, സിംഗപ്പൂർ. ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ അവസരങ്ങളുള്ളത് ഓസ്ട്രേലിയ, UK, അയർലൻഡ്, കാനഡ, ന്യൂസിലാൻഡ്. 3D ആനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈന് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജോലി ഒഴിവുകളുള്ളത് സിംഗപ്പൂരാണ്. പിന്നെ UAE, കാനഡ, ജർമ്മനി, ജപ്പാൻ എന്നിവിടങ്ങളിലുമുണ്ട്. BSc റേഡിയോളജി കഴിഞ്ഞവർക്ക് സൗദി, UAE, ഖത്തർ, UK, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ളത്. MSc ഫോറൻസിക് സയൻസ് കഴിഞ്ഞവർക്ക് ഓസ്ട്രേലിയ, UK, കാനഡ, അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ ധാരാളം അവസരങ്ങളുണ്ട്. ഈ കോഴ്സുകളിൽ ഗൾഫിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഫയർ ആൻഡ് സേഫ്റ്റി, BSc റേഡിയോളജി, ഫിസിയോതെറാപ്പിസ്റ്റ് എന്നിവർക്കാണ്. PR അല്ലെങ്കിൽ സ്ഥിരതാമസത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല രാജ്യങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലാൻഡ് എന്നിവയാണ്. സോഷ്യൽ വർക്ക് പഠിച്ചു എന്നുള്ളതുകൊണ്ട് ഇന്ത്യയിൽ മാത്രമേ അവസരമുള്ളൂ എന്ന ധാരണ തെറ്റാണ്. ഓസ്ട്രേലിയ, സിംഗപ്പൂർ, UK, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലും സോഷ്യൽ വർക്കർമാർക്ക് വലിയ ആവശ്യകതയുണ്ട്. പ്രത്യേകിച്ച് ആശുപത്രികൾ, ചൈൽഡ് പ്രൊട്ടക്ഷൻ, മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ, വയോജന പരിചരണ സ്ഥാപനങ്ങൾ, കമ്മ്യൂണിറ്റി സർവീസുകൾ എന്നിവിടങ്ങളിൽ തുടർച്ചയായ നിയമനങ്ങൾ നടക്കാറുണ്ട്. അവയിൽ ചിലതാണ് പറയുന്നത്. നാഷണൽ കൗൺസിൽ ഓഫ് സോഷ്യൽ സർവീസ്, ഓസ്ട്രേലിയൻ ഗവൺമെൻറ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യൽ സർവീസസിൽ സോഷ്യൽ വർക്കർ, കേസ് മാനേജർ, കമ്മ്യൂണിറ്റി സർവീസസ് ഓഫീസർ, ഫാമിലി സപ്പോർട്ട് ഓഫീസർ എന്നിവരുടെ ഒഴിവുകളുണ്ട്. ശമ്പളം വരുന്നത് 75,000 മുതൽ 1,10,000 AUD ആണ്. അതായത് പ്രതിവർഷം വരുന്നത് ഏകദേശം 42 ലക്ഷം മുതൽ 62 ലക്ഷം വരെ വാർഷിക ശമ്പളം ലഭിക്കും. BSW അല്ലെങ്കിൽ MSW കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഇതിനൊപ്പം തന്നെ ഇംഗ്ലീഷ് പ്രാവീണ്യം വേണം. ചില ജോലികൾക്ക് ജോലി പരിചയം ആവശ്യമായി വരും. അപേക്ഷ അയക്കേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യൽ സർവീസ് കരിയേഴ്സിലേക്കാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പിന്നെ നാഷണൽ കൗൺസിൽ ഓഫ് സോഷ്യൽ സർവീസ്, സിംഗപ്പൂരിലെ സാമൂഹിക സേവന മേഖലയിലെ പ്രധാന സ്ഥാപനമാണ് NCSS. ഒഴിവുകൾ വരുന്നത് സോഷ്യൽ വർക്കർ, മെഡിക്കൽ സോഷ്യൽ വർക്കർ, യൂത്ത് വർക്കർ, ഫാമിലി സർവീസ് സെൻറ്റർ സോഷ്യൽ വർക്കർ. ശമ്പളം 3,800 മുതൽ 6,500 സിംഗപ്പൂർ ഡോളർ. അതായത് 2,84,152 മുതൽ 4,86,050 രൂപ വരെ ഏകദേശ ശമ്പളം പ്രതിമാസം ലഭിക്കും. അപേക്ഷ അയക്കേണ്ടത് NCS സോഷ്യൽ സർവീസ് കരിയേഴ്സിലേക്കാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പിന്നെ NHS, യുണൈറ്റഡ് കിങ്ഡം. ബ്രിട്ടനിലെ NHSലും ലോക്കൽ അതോറിറ്റികളിലും മെഡിക്കൽ സോഷ്യൽ വർക്കർ, ഹോസ്പിറ്റൽ സോഷ്യൽ വർക്കർ, അഡൽട്ട് സോഷ്യൽ വർക്കർ എന്നീ തസ്തികകളിലേക്ക് പതിവായി നിയമനങ്ങൾ നടക്കാറുണ്ട്. 37,000 മുതൽ 50,000 വരെയാണ് പ്രതിവർഷം ശമ്പളം ലഭിക്കുന്നത്. അതായത് ഏകദേശം 35,70,139 മുതൽ 48,35,000 രൂപ വരെ പ്രതിവർഷം പ്രതീക്ഷിക്കാം. പ്രധാന മേഖലകൾ ഹോസ്പിറ്റൽ, മെൻ്റൽ ഹെൽത്ത്, ചൈൽഡ് പ്രൊട്ടക്ഷൻ, അഡൽട്ട് കെയർ എന്നിവയാണ്. ഇനി കാനഡയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള മേഖലകളിൽ ഒന്നാണ് സോഷ്യൽ വർക്ക്. ചൈൽഡ് പ്രൊട്ടക്ഷൻ വർക്കർ, കമ്മ്യൂണിറ്റി സോഷ്യൽ വർക്കർ, മെൻ്റൽ ഹെൽത്ത് സോഷ്യൽ വർക്കർ എന്നിവർക്കെല്ലാം ഒഴിവുകളുണ്ട്. 60,000 CAD മുതൽ 95,000 CAD വരെ, അതായത് 41,13,640 മുതൽ 65,13,264 വരെ പ്രതിവർഷം ശമ്പളം ലഭിക്കും. BSW, MSW കഴിഞ്ഞവർക്ക് മെഡിക്കൽ സോഷ്യൽ വർക്ക്, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, സൈക്യാട്രിക് സോഷ്യൽ വർക്ക് എന്നിവയെല്ലാം കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ചില രാജ്യങ്ങളിൽ ഗ്രാജുവേറ്റ് പ്രോഗ്രാം, എൻട്രി ലെവൽ കമ്മ്യൂണിറ്റി സപ്പോർട്ട് വർക്കർ, സോഷ്യൽ സർവീസ് അസിസ്റ്റൻ്റ് തുടങ്ങിയ തസ്തികകളിലൂടെ തുടക്കം കുറിക്കാൻ അവസരങ്ങളുണ്ട്. ചില സോഷ്യൽ വർക്കർ തസ്തികകൾക്ക് പ്രാദേശിക രജിസ്ട്രേഷൻ അല്ലെങ്കിൽ പ്രവൃത്തി പരിചയം ആവശ്യമായി വരും. അപ്പോൾ ഈ ഒഴിവിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോകളിൽ വേറെ ഒഴിവുകളെക്കുറിച്ച് പറയാം. നിങ്ങൾ കമൻറ്റിൽ ചോദിച്ച ഒഴിവുകൾ മിക്കതും ഉൾപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിക്കാം. ഫയർ ആൻഡ് സേഫ്റ്റിക്ക് ഒഴിവുകളുണ്ടോ എന്നായിരുന്നു ഒരു കമൻറ്റ് ചോദിച്ച മറ്റൊരു കാര്യം. ഫയർ ആൻഡ് സേഫ്റ്റി പഠിച്ചവർക്ക് വിദേശത്ത് വൻ അവസരങ്ങളുണ്ട്. ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സ് കഴിഞ്ഞവർക്ക് ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമല്ല
ഓസ്ട്രേലിയ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലും വലിയ ഡിമാൻഡുണ്ട്. പ്രത്യേകിച്ച് ഓയിൽ ആൻഡ് ഗ്യാസ് കൺസ്ട്രക്ഷൻ, എയർപോർട്ട്സ്, മെട്രോ പ്രോജക്ട്സ്, റിഫൈനറീസ്, പവർ പ്ലാന്റ്സ് എന്നിവിടങ്ങളിൽ ആയിരക്കണക്കിന് ഫയർ സേഫ്റ്റി പ്രൊഫഷണൽസ് ജോലി ചെയ്യുന്നുണ്ട്. അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയിലാണ് ജോലി. UAE-യിലെ ഏറ്റവും വലിയ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനികളിൽ ഒന്നാണ് ADNOC അഡ്നോക്. ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ, HSC ഓഫീസർ, എമർജൻസി റെസ്പോൺസ് ഓഫീസർ, ഫയർ സൂപ്പർവൈസർ എന്നിവർക്ക് ഒഴിവുകളുണ്ട്. ശമ്പളം 8,000 മുതൽ 18,000 AED വരെ, അതായത് ഏകദേശം 1,80,000 മുതൽ 4 ലക്ഷം വരെ ശമ്പളം പ്രതീക്ഷിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ താമസം, മെഡിക്കൽ ഇൻഷുറൻസ്, വാർഷിക വിമാന ടിക്കറ്റ്, എൻഡോ സർവീസ് ബെനിഫിറ്റ് എന്നിവയും ലഭിക്കും. സൗദി ആരാംകോയിൽ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനികളിൽ ഒന്നായ സൗദി ആരാംകോ. ഇവിടെ ഫയർ പ്രൊട്ടക്ഷൻ എഞ്ചിനീയർ, സേഫ്റ്റി അഡ്വൈസർ, ഫയർ ഇൻസ്പെക്ടർ, എമർജൻസി സർവീസ് ഓഫീസർ എന്നിവരുടെ ഒഴിവുകളുണ്ട്. ശമ്പളം വരുന്നത് 10,000 മുതൽ 22,000 വരെ, 2,58,300 രൂപ മുതൽ 5,66,504 വരെ പ്രതിമാസം. ഡിപ്ലോമ, ഡിഗ്രി, ഫയർ ആൻഡ് സേഫ്റ്റി, നെബോഷ്, നാഷണൽ എക്സാമിനേഷൻ ബോർഡ് ഇൻ ഒക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഒക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് NFPA എന്നിവ കഴിഞ്ഞവർക്ക് മുൻഗണനയുണ്ട്. ദ നാഷണൽ ഫയർ പ്രൊട്ടക്ഷൻ അസോസിയേഷനാണ് അപേക്ഷിക്കുന്നത്. ഖത്തർ എനർജി ഫയർ ഓഫീസറിൽ ഒഴിവുകളുണ്ട്. HSC ഇൻസ്പെക്ടർ, ഫയർ പ്രൊട്ടക്ഷൻ ടെക്നീഷ്യൻ, ശമ്പളം 9,000 മുതൽ 18,000 QAR വരെ. ഫാമിലി വിസ, ഫ്രീ അക്കോമഡേഷൻ, മെഡിക്കൽ ആനുവൽ ലീവ് നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ നിയോമിൽ ഒഴിവുകളുണ്ട്. സൗദിയുടെ മെഗാ സിറ്റി പ്രോജക്റ്റാണ് നിയോം. ഇവിടെ ആയിരക്കണക്കിന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നുണ്ട്. ഒഴിവുകൾ ഫയർ സേഫ്റ്റി ഓഫീസർ, ഫയർ മാർഷൽ, HSC ഓഫീസർ, സേഫ്റ്റി എഞ്ചിനീയർ എന്നിവർക്ക് 12,000 മുതൽ 25,000 SAR വരെയാണ് ശമ്പളം. ദുബായ് സിവിൽ ഡിഫൻസ് ഒഴിവുകളിൽ ഫയർ ഇൻസ്പെക്ടർ, ഫയർ സേഫ്റ്റി ഓഫീസർ, ഫയർ പ്രിവെൻഷൻ ഓഫീസർ എന്നിവർക്കുണ്ട്. 7,000 മുതൽ 15,000 AED വരെ ശമ്പളമുണ്ട്. ചാങ്കി എയർപോർട്ടിൽ എയർപോർട്ട് ഫയർ ഓഫീസർ, എമർജൻസി റെസ്പോൺസ് ഓഫീസർ എന്നിവരുടെ ഒഴിവുകളുണ്ട്. 38,000 മുതൽ 6,500 സിംഗപ്പൂർ ഡോളർ വരെ നിങ്ങൾക്ക് പ്രതിമാസം കിട്ടും. റിയോ ടിൻറ്റോ മൈനിങ് മേഖലയിലെ ലോക പ്രശസ്ത കമ്പനിയാണ് റിയോ ടിൻറ്റോ മൈനിങ്. അവിടെ ഒഴിവുകളുണ്ട്. സേഫ്റ്റി ഓഫീസർ, എമർജൻസി സർവീസ് ഓഫീസർ, ഫയർ റെസ്പോൺസ് ഓഫീസർ എന്നിവരുടെ ഒഴിവുകളാണുള്ളത്. 90,000 മുതൽ 1,40,000 AUD വരെയാണ് വാർഷിക ശമ്പളം. ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന സർട്ടിഫിക്കറ്റുകൾ നെബോഷ് IGC, IOSH മാനേജിംഗ് സേഫ്റ്റി, OSHA, NFPA എന്നിവയാണ്. ഡിപ്ലോമ, BTech, ഫയർ ആൻഡ് സേഫ്റ്റി ഉള്ളവർക്ക് കൂടുതൽ അവസരങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന മേഖലകൾ ഓയിൽ ആൻഡ് ഗ്യാസ്, എയർപോർട്ട്, മെട്രോ റെയിൽ, കൺസ്ട്രക്ഷൻ, പവർ പ്ലാന്റ്, LNG പ്രോജക്ട്സ് എന്നിവയാണ്. പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രീസിലും ധാരാളം ഒഴിവുകളുണ്ട്. ഫയർ ആൻഡ് സേഫ്റ്റി പഠിച്ചവർക്ക് ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമല്ല ലോകമെമ്പാടും മികച്ച അവസരങ്ങളുണ്ട്. ശരിയായ സർട്ടിഫിക്കേഷനും ജോലി പരിചയവുമുണ്ടെങ്കിൽ 2 ലക്ഷം മുതൽ 5 ലക്ഷം വരെ പ്രതിമാസം വരുമാനമുള്ള ജോലികൾ നേടാൻ കഴിയും. ഫിസിയോതെറാപ്പിസ്റ്റ്, 3D ആനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈൻ, BSc റേഡിയോളജി, MSc ഫോറൻസിക് സയൻസ് തുടങ്ങിയ ജോലി ഒഴിവുകളെക്കുറിച്ച് ഇനി വരുന്ന വീഡിയോകളിൽ പറയുന്നതായിരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മളിവിടെ ലിങ്കിൽ കൊടുത്തിട്ടുള്ളത് ഒഫീഷ്യൽ പേജുകളാണ്, കരിയർ പേജുകളാണ്. ഇത് ഔദ്യോഗിക റിക്രൂട്ട്മെൻറ്റ് പോർട്ടലുകളാണ്. ഓരോ കമ്പനിയിലും ഒഴിവുകൾ സമയാനുസരണം മാറിക്കൊണ്ടിരിക്കും. അതിനാൽ അപേക്ഷിക്കുന്നതിന് മുൻപ് നിലവിലെ ഒഴിവുകൾ പരിശോധിക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ കൂടുതൽ ഒഴിവുകൾ ഒരുപക്ഷെ ഈ ലിങ്കുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ലിങ്കുകളെല്ലാം തന്നെ ഒഫീഷ്യൽ ലിങ്കാണ്. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് വളരെ സേഫായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യുക.